ഹായ് ഡിയവൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അധ്യാപകർ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ എത്രത്തോളം കുട്ടികളിലേക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് കിട്ടിയോ, പാർഷ്യലി ആണോ കിട്ടിയത്, അവർക്ക് മനസ്സിലായില്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാപനവും മൂല്യനിർണ്ണയവും. മാപനം എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്. നമുക്കൊരു സംഖ്യാരൂപേണ മെഷർ ചെയ്ത് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ് മാപനം എന്ന് പറയുന്നത്. ആൻഡ് ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് മാപനം അഥവാ മെഷർമെന്റ്സ്? ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിന്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയയാണ് മാപനം. നമ്മളിങ്ങനെ ഒരു കുട്ടിക്ക് നമ്മൾ മാർക്ക് എടുക്കുകയാണ്, 50-ൽ 48. ഓക്കെ, നമുക്ക് മാത്സിലെ മാർക്ക് കിട്ടുകയാണ്. ഓക്കെ, കുട്ടിക്ക് എത്രയാണ്? 50-ൽ 48 മാർക്ക് കിട്ടണം. സോ അവൻ്റെ ആ ഒരു മാത്തമാറ്റിക്സിലെ പ്രാവീണ്യത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സംഖ്യാരൂപത്തിൽ നമ്മൾ എടുക്കുകയാണ്. നിരീക്ഷണം, നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. നിരീക്ഷണം, ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇൻ്റർവ്യൂസ് നടത്താം, തുടങ്ങി. അതായത് നമ്മൾക്ക് ഓറൽ ടെസ്റ്റ് നടത്താം, നമ്മൾ വൈവ പോലത്തെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് മാപനം നടത്താനായിട്ട് സാധിക്കും. വസ്തുനിഷ്ഠമായിരിക്കും, ശാസ്ത്രീയമായി കൃത്യതയുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ പറയണം, ഓക്കെ, ആ കുട്ടി മാത്സിൽ എക്സലന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? നമ്മുടെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് തെളിവുകളുണ്ട്, അവന് നല്ല മാർക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ബേസിലായിരിക്കും. മൂല്യനിർണ്ണയത്തിന് വേണ്ടിയുള്ള ഒരു മുൻ ഉപാധി കൂടിയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. വിവിധ തരം മൂല്യനിർണ്ണയം: സംരചിത മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം. സംരചനാ മൂല്യനിർണ്ണയത്തെ നമ്മൾ ഫോർമേറ്റീവ് വാലുവേഷൻ എന്ന് വിളിക്കും. ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആണ്. അത് രണ്ട് ടൈപ്സ് ആണ് നമ്മൾ മൂല്യനിർണ്ണയത്തിൽ യൂസ് ചെയ്യാറ്. എന്താണ് ഫോർമേറ്റീവ്, എന്താണ് സമ്മേറ്റീവ്? നിങ്ങൾ ഈ പറയുന്ന വലിയ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. സം, ആകെ. നമ്മൾ സം എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? SUM, ആകെ മൊത്തത്തിലുള്ള തുകയാണ് സം എന്ന് പറയുന്നത്. അതായത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ഇവാലുവേഷനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുക. എന്നാൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് പഠിപ്പിച്ചു, നമ്മൾ അപ്പം തന്നെ ചോദ്യം ചോദിച്ചു, ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കും? ആ പോയിന്റ് കുട്ടികൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അന്ന് നമ്മൾ പഠിപ്പിച്ച കാര്യം കുട്ടികൾക്ക് മനസ്സിലായി. അവിടെ നമ്മൾ ഒരു ഫൈനൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ സമ്മേറ്റീവ് എന്നാണ് ഒരു പ്രത്യേക യൂണിറ്റോ ഒരു പ്രത്യേക പാഠഭാഗമോ പഠിപ്പിച്ചു തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ്. അവിടെ ആ പെട്ടെന്നുള്ള ഫീഡ്ബാക്കിന് യാതൊരു പ്രസക്തിയും ഇല്ല. അവിടെ വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഫോർമേറ്റീവിലാണെങ്കിൽ ഓക്കെ, ഒരു അധ്യാപകന്റെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ, ചെക്ക് ലിസ്റ്റ്. നിങ്ങൾക്കറിയാം, സ്ഥിരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെക്ക് ലിസ്റ്റ്. റേറ്റിംഗ് സ്കെയിലുകൾ, ഒരു കുട്ടിയുടെ സ്വഭാവം ഏത് നിലവാരത്തിലാണെന്ന് അറിയാനായിട്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ നമ്മൾ റേറ്റിംഗ് കൊടുക്കാറുണ്ട്. ഔട്ട് ഓഫ് 10 ഒരു പ്രത്യേക സ്കെയിലിൽ ആ പർട്ടിക്കുലർ മൂവി എവിടെ വരുന്നു. ദെൻ സഞ്ചിത ലേഖം അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ്, കുട്ടികൾ ശാരീരികവും മാനസികവും പഠനപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും വിലയിരുത്തി രേഖപ്പെടുത്തുന്നു. എന്നാൽ ഉപഖ്യാന റെക്കോർഡ് അഥവാ അനലിറ്റിക്കൽ റെക്കോർഡിലാണെങ്കിൽ ക്ലാസ്സിന് അകത്തും പുറത്തും നടക്കുന്ന കുട്ടികളുടെ വിവിധങ്ങളായുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു.
അതുപോലെ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് അഥവാ സഞ്ചിത ലേഖം എന്ന് പറയുന്ന ഈ ഒരു കാര്യം പെർമനന്റ് ആയിട്ട് ഒരു സ്കൂളിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. ഒരു കുട്ടിയുടെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ഇൻഫോർമേഷൻസ്, അവൻ്റെ സ്കൂൾ അച്ചീവ്മെൻറ്റ്സ്, അറ്റൻഡൻസ്, ഹെൽത്ത്, ടെസ്റ്റ് സ്കോർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് മതിയായിരിക്കും. എന്നാൽ അനലറ്റിക് റെക്കോർഡ് ശരിക്കും പറഞ്ഞൊരു കഥ പോലെ നമ്മൾ എഴുതുന്ന കാര്യമാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അവൻ്റെ നറേറ്റീവ് റെക്കോർഡാണ് നമ്മൾ അനലറ്റിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അവൻ്റെ സ്പെസിഫിക് മെത്തേഡ്സ്, ഇൻട്രാക്ഷൻ ഒക്വേഴ്സ്, അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും അനലറ്റിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ കീപ്പ് ചെയ്യുക. ശോധകങ്ങൾ അഥവാ ടെസ്റ്റുകൾ: വാചക ശോധകം, നിർവഹണ ശോധകം, ലിഖിത ശോധകം. നിങ്ങൾക്കറിയാം, ഓറൽ ടെസ്റ്റുകളുണ്ട്, റിട്ടൺ ടെസ്റ്റുകളുണ്ട്, പെർഫോമൻസ് ടെസ്റ്റുകളുണ്ട്. ഓരോ കുട്ടികളുടെ പ്രായത്തിന് അനുസരിച്ച് അവരുടെ ആ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ടെസ്റ്റിന്റെ കാറ്റഗറീസ് നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് വരിക, നമുക്കതിൻ്റെ ഒരു യൂസ് അനുസരിച്ച് നമ്മൾ ടെസ്റ്റുകൾ പല ടൈപ്പിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വൈവയുണ്ട്. അത് ഓറൽ ടെസ്റ്റ് ആണ് വൈവ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണോ അതിന്റെ പർപ്പസ് അതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ ക്ലാസ്സുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ടീച്ചിങ് പ്രക്രിയ നടക്കുന്ന സമയത്തും അതിന് ശേഷവും പഠിതാക്കളിൽ നിന്നും ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൊമെന്റിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഒരു ചോദ്യാവലിയാണ് നമ്മൾ ശോധകങ്ങൾ എന്ന് പറയുന്നത്. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംസാര രീതിയെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ കഴിവ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം. നമുക്കറിയാം, ഓറൽ എക്സാമിനേഷൻ. നമുക്കൊരു ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, ഓറൽ എക്സാമിനേഷന് മാർക്ക് കുറവായിരിക്കും. കാരണം എന്താണ്, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വരും. കാരണം അവർക്ക് പെട്ടെന്ന് ഒരു മുറിയിലേക്ക് കയറ്റി ഇരുത്തിയിട്ട് ആ ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ പരീക്ഷകനുമായിട്ട് സംസാരിക്കുന്ന രീതി ഭയങ്കര മോശമായിരിക്കും. അവിടെ ആ കുട്ടിയുടെ സബ്ജക്ട് നോളജിന് അപ്പുറം കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാനും സംസാരിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ മാർക്കുകൾ കൊടുക്കുക. അപ്പൊ ഓറൽ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഓറൽ ആൻസേഴ്സ് ആണ് വാചിക ശോധനകളിൽ വരിക. വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ലിഖിത ശോധകം. വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ നിന്നും എത്ര നന്നായി ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ ഉപാധിയാണ് പെർഫോമൻസ് ശോധകം. നമ്മളെ ലാബ് ടെസ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു പർട്ടിക്കുലർലി ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെങ്ങനെ ആ രണ്ട് കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു, അവരുടെ ഒരു പെർഫോമൻസിനാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാം. ഒരു നല്ല ശോധകത്തിന്റെ ഗുണങ്ങൾ: സാധ്യത, വിശ്വസ്തത, പ്രായോഗികം, വസ്തുനിഷ്ഠം, വിവച്ഛേദന ശേഷി, ഉദ്ദേശിച്ച അധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത അഥവാ വാലിഡിറ്റി, റിലയബിലിറ്റി, പ്രാക്ടിക്കബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം, കമ്പാര ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, യൂട്ടിലിറ്റി ഉണ്ടായിരിക്കണം, ഉപയോഗപ്രദമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ടെസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. മാനകീകൃത ശോധകങ്ങൾ അഥവാ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയും. ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ കഴിവുകളെ നമ്മൾ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാനാണ് ഈ ഒരു പ്രക്രിയ ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ഒരേപോലത്തെ ടെസ്റ്റുകളായിരിക്കും നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക. അതിനുശേഷം ഒരേ ക്വസ്റ്റ്യൻസ് 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഒരേ ചോദ്യങ്ങൾ, അതിന് ഒരേ ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അവരെ ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കൊടുക്കുന്നത് ഗ്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിദാന ശോധകങ്ങൾ നമുക്കറിയാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്.
പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് അറിയില്ല. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ രോഗം നിർണ്ണയിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്, എന്താണ് അവരുടെ പ്രശ്നം എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രാമർ ടെസ്റ്റ് കൊടുക്കുകയാണ്. പർട്ടിക്കുലർലി ഒരു ടോപ്പിക്ക് മാത്രം എടുത്തു കൊടുക്കുകയാണ്. പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് മാത്രം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു കുട്ടികളുടെ മാർക്കിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്ര കുട്ടികൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അറിയാം. പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ ദൗർബല്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു ലാബ് ടെസ്റ്റ് നടത്തി ഒരു രോഗിയുടെ രോഗം നിർണ്ണയിക്കുന്നത്, അതുപോലെ തന്നെ ആ കുട്ടികളുടെ ദൗർബല്യവും കുട്ടികളുടെ പ്രയാസങ്ങളും കണ്ടെത്താൻ വേണ്ടി അധ്യാപകർ നടത്തുന്ന ഒരു പരീക്ഷയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രയാസമുള്ള പാഠഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്നും മാത്രം ചോദ്യങ്ങൾ ചോദിച്ച് എത്ര കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനും എപ്പോഴൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന രീതിക്ക് അറിഞ്ഞ് ഇന്ന കുട്ടികൾക്ക് ഇന്ന ഏരിയാസ് പ്രശ്നങ്ങളുണ്ട്, ഇന്ന കുട്ടികൾക്ക് ഇന്ന സപ്പോർട്ടുകൾ കൊടുക്കണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റുകളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് ശേഷമാണ് നമ്മൾ ഏത് ക്ലാസ്സുകൾ കൊടുക്കുക, റെമഡിയൽ ക്ലാസ്സുകൾ കൊടുക്കുക. ഓക്കെ, ഇന്ന മേഖലകൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നപരിഹാര ക്ലാസ്സുകളാണ് റെമഡിയൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ അഥവാ സിദ്ധി ശോധകങ്ങൾ. ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞതിന് ശേഷം അധ്യാപന രീതിയിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്ന പരീക്ഷയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ശോധകങ്ങൾ എല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരും. വാചക പരീക്ഷ, എഴുത്ത് പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ. ഈ അച്ചീവ്മെന്റ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അധ്യാപകന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് അപ്രൈസൽ ആണ്. അധ്യാപകൻ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു 50 കുട്ടികളിൽ 35 പേർക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു, ബാക്കി ഒരു 15 കുട്ടികളിലേക്ക് എനിക്ക് അത്രമേൽ എത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2 പേർക്കും നല്ല മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ കുട്ടിക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ എനിക്ക് ഈ പാഠഭാഗങ്ങൾ എനിക്ക് വ്യക്തമാണ്, എനിക്ക് അവരെക്കുറിച്ചുള്ള ധാരണ ക്ലിയർ ആണ്. അപ്പോൾ 2 പേർക്കും ഒരു അപ്രൈസൽ കിട്ടാൻ വേണ്ടി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മളൊരു കുട്ടിയുടെ അവന്റെ കഴിവുകളെ പല രീതിക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒരു നല്ല ചോദകത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വ്യക്തിപരത, സാധ്യത, വിശ്വസ്തത, പ്രായോഗികം. ഒരിക്കലും ഒരു ചോദ്യം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആകാനായിട്ട് പാടില്ല. വ്യക്തിപരത. എന്താണ് സബ്ജക്റ്റീവ് എന്നാൽ? ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് പർട്ടിക്കുലർലി ഗ്രാമറിന്റെ പൊസിഷൻ ഇഷ്ടമാണെങ്കിൽ ആ പ്രിപ്പോസിഷൻസിന്റെ ഒരു 100 ചോദ്യങ്ങൾ ചോദിച്ച് ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്താത്ത രീതി ഒരിക്കലും പാടില്ല. ഒരിക്കലും വ്യക്തിപരത, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനായിട്ട് പാടില്ല. എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. വസ്തുനിഷ്ഠപരമായിട്ടുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ ചോദിക്കാനായിട്ട്. മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പോകുന്ന പ്രസ്താവന കണ്ടെത്തുക. പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം. ഒരു നിശ്ചയ കാലയളവിനു ശേഷം പുരോഗതി അളക്കുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവൽ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം. ഏതാണ്? പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം. ചേർന്ന് പോകാത്ത പ്രസ്താവനയാണ്. ഗ്രേഡ് നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതി ആത്യന്തിക മൂല്യനിർണ്ണയം. നമ്മൾ ആ ഒരു എൻഡ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ്. ഒരു അധ്യയനത്തിന്റെയോ ഒരു ടേമിന്റെയോ ഒരു കോഴ്സിന്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയ രീതി. സമ്മേറ്റീവ് ഇവാലുവേഷൻ. നിരന്തരമായി നടക്കുന്ന മൂല്യനിർണ്ണയ വിലയിരുത്തൽ രീതി ഏത്? സംരചന മൂല്യനിർണ്ണയം. എപ്പോഴും ഒരു ഫീഡ്ബാക്ക് കളക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വിലയിരുത്തൽ പ്രക്രിയയാണ് സംരചന മൂല്യനിർണ്ണയം. നിദാന ശോധകത്തിന്റെ
ഡയഗ്നോസ്റ്റിക് ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യമെന്ത്? പരിഹാര ബോധനം. റെമഡിയൽ ക്ലാസ്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയ വിലയിരുത്തൽ നടത്താൻ വേണ്ടി സഹായിക്കുന്നത് സിദ്ധി ശോധകം, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മേൽ ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഇതൊരു ബേസിക്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ച് പോയത്. പ്രധാന ഏരിയാസ് ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഫർദർ കാര്യങ്ങളിലേക്ക് പോയാൽ മതിയാകും. താങ്ക് യു സോ മച്ച്.